നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 400 പ്രൊഫഷണൽ മത്സരങ്ങൾ കളിച്ചിട്ട് നിരവധി തവണ ഫൈനലിലും സെമി ഫൈനലിലും എത്തിയിട്ട് ഒരിക്കൽ പോലും ഹാരി കെയ്നെ ചാമ്പ്യൻ ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കിരീടത്തിലൊന്ന് തൊടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതങ്ങ് അവസാനിക്കുകയാണ്. ആ കാത്തിരിപ്പ് അങ്ങ് അവസാനിച്ചിരിക്കുന്നു. പലരും ഹാരി കെയ്ൻ കേഴ്സ് എന്നുപോലും പറഞ്ഞ് കളിയാക്കാറുള്ള സംഭവമാണത്. അദ്ദേഹത്തിന് കിരീടമേ ഇല്ല. ബയൺ മ്യൂണിക്കിലേക്ക് ചേക്കേറി ആദ്യ വർഷം അത് നേടാനും പറ്റിയില്ല. അപ്പോൾ പലരും ഉറച്ചു വിശ്വസിച്ചു ഹാരി കെയ്ൻ കേഴ്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, കിരീടത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന്. പക്ഷേ ഇപ്പോഴിതാ ബുണ്ടസ് ലീഗയിൽ കിരീടം ചൂടിയിരിക്കുന്നു. ഇന്നലെ ബയർ ലെവർക്യൂസൻ ഫ്രീബർഗിനെതിരെ പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടെ 2024-25 ബുണ്ടസ് ലീഗയിലെ ചാമ്പ്യന്മാരായിട്ട് ബയൺ മ്യൂണിക്ക് അവരോധിക്കപ്പെട്ടു. ഹാരി കെയ്ൻ എന്തൊരു ആവേശത്തിലാണ്, എന്തൊരു സന്തോഷത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു. അദ്ദേഹത്തിന്റെ എക്സിലൊക്കെ വി ആർ ദി ചാമ്പ്യൻസ് എന്ന ടീംമേറ്റ്സിനോടൊപ്പം അദ്ദേഹം പാടുന്ന വീഡിയോ അദ്ദേഹം പങ്കുവച്ചു. വാട്ട് എ ഫീലിംഗ് എന്നുള്ള അദ്ദേഹത്തിന്റെ അടുത്ത പ്രതികരണം നമ്മൾ വരുന്നത് കണ്ടു. എന്തായാലും ഇത് വലിയ വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എത്ര കാലം കാത്തിരുന്നിട്ടാണ് ഈ ഒരു കിരീടത്തിലേക്ക് പോകുന്നത് എന്നുകൂടി നോക്കുക. ഇതിനു മുമ്പ് പലവട്ടം കിരീടത്തിന് തൊട്ടരികിൽ സെമിയിലും ഫൈനലിലും ഒക്കെ ആയിട്ട് പലവട്ടം അദ്ദേഹത്തിന് കിരീടം നഷ്ടമായിട്ടുണ്ട്. നമ്മൾ അതൊന്ന് വിശദമായിട്ട് എടുത്ത് നോക്കുകയാണ്. ഹാരി കെയ്ന്റെ കിരീടത്തിനായിട്ടുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ വീണു പോയിട്ടുണ്ട് എന്നുള്ളത്. മെയ് 12, 2013 വാറ്റ്ഫോർഡിനോട് 3-1, വാറ്റ്ഫോർഡ് 3 ലെസ്റ്റർ സിറ്റി 1, അഗ്രിഗേറ്റ് 3-2 ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫ് സെമി ഫൈനലായിരുന്നു അത്. അതിനുശേഷം മാർച്ച് 1, 2025 ചെൽസി വേഴ്സസ് ടോട്ടനാം പോരാട്ടം 2-0 ചെൽസി വിജയിച്ചു. ലീഗ് കപ്പ് ഫൈനലിൽ വീണുപോയി, കിരീടം അവിടെ കൈവിട്ടുപോയി. അതിനുശേഷം ലെസ്റ്റർ സിറ്റിയോട് പ്രീമിയർ ലീഗിനുള്ള ടൈറ്റിൽ റേസിൽ വീണുപോകുന്നു. അത് 2016 2017 ഏപ്രിൽ 22 ചെൽസി വേഴ്സസ് ടോട്ടനാം 4-2 ചെൽസി വിജയിക്കുന്നു. FA കപ്പിന്റെ സെമി ഫൈനലിൽ തോറ്റ് ഹാരി കെയ്ന്റെ ടോട്ടനാം ഹോട്ട്സ്പർ പുറത്താകുന്നു. 2017 മെയ് 14 റണ്ണേഴ്സ് അപ്പായിട്ട് ചെൽസിയോട് റണ്ണേഴ്സ് അപ്പായിട്ട് പ്രീമിയർ ലീഗിൽ ഫിനിഷ് ചെയ്യേണ്ടി വരുന്നു. കിരീടം അവിടെ കൈവിടുന്നു. 2018 ഏപ്രിൽ 21 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് 2-1 ടോട്ടനാം ഹോട്ട്സ്പർ തോൽക്കുന്നു. FA കപ്പിന്റെ സെമി ഫൈനലിൽ ഇതാ പുറത്തേക്ക് പോകുന്നു. 2018 ജൂലൈ 11 ക്രൊയേഷ്യയുടെ 2-1 ഇംഗ്ലണ്ട് എക്സ്ട്രാ ടൈമിൽ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ പരാജയപ്പെടുന്നു. അങ്ങനെ കിരീടം വീണ്ടും തൊട്ടരികിൽ നഷ്ടമാവുകയാണ്. ജനുവരി 4, 2019 ടോട്ടനാം ഹോട്ട്സ്പർ 1-2 ചെൽസിയോട് തോൽക്കുന്ന. അഗ്രിഗേറ്റ് 2-2, പെനാൽറ്റി 2-4 പരാജയപ്പെടുന്നു. ലീഗ് കപ്പിന്റെ സെമി ഫൈനലിൽ പുറത്തേക്ക്. 2019 ജൂൺ 1 ടോട്ടനാം ഹോട്ട്സ്പർ 0-2 ലിവർപൂളിനോട് തോൽക്കുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ആ കിരീടം അവർക്ക് നഷ്ടമാകുന്നു. 2021 ഏപ്രിൽ 25 മാഞ്ചസ്റ്റർ സിറ്റിയോട് 1-0 ടോട്ടനാം ഹോട്ട്സ്പർ ലീഗ് കപ്പിന്റെ ഫൈനലിൽ തോൽക്കുന്നു. വീണ്ടും ഹാരി കെയ്ന് കിരീടമില്ല. 2021 ജൂലൈ 12 1-1 സമനില ഇംഗ്ലണ്ട് ഇറ്റലിക്കെതിരെ. 2-3 പെനാൽറ്റിയിൽ തോൽക്കുന്നു. യൂറോ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടുകൊണ്ട് കിരീടം നഷ്ടമാകുന്നു. 2022 ജനുവരി 12 ടോട്ടനാം ഹോട്ട്സ്പർ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽക്കുന്നു ചെൽസിയോട്. അഗ്രിഗേറ്റ് 3-0 തോറ്റുകൊണ്ട് ലീഗ് കപ്പ് സെമി ഫൈനലിൽ അവർ പുറത്തേക്ക് പോകുന്നു. 2023 ഓഗസ്റ്റ് 12 ബയൺ മ്യൂണിക്ക് 0-3 RB ലീപ്സിഗിനോട് തോറ്റുകൊണ്ട് ജർമ്മൻ സൂപ്പർ കപ്പില് കിരീടം നഷ്ടമാകുന്നു. 2024 മെയ് 8 റയൽ മാഡ്രിഡിനോട് 2-1 ബയൺ മ്യൂണിക്ക് തോൽക്കുന്നു. അഗ്രിഗേറ്റ് 4-3 തോൽവി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ പുറത്താകുന്നു. 2024 ജൂലൈ 14 2-1 സ്പെയിനിനോട് യൂറോ കപ്പിന്റെ ഫൈനലിൽ തോറ്റ് ഇംഗ്ലണ്ടിന് കിരീടം നഷ്ടമാകുന്നു. ഹാരി കെയ്ന്റെ കിരീട നഷ്ടങ്ങൾ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നതാണ്. ഹാരി കെയ്ൻ കേഴ്സ് ഉണ്ടെന്ന് പലരും വിശ്വസിക്കുക പോലും ചെയ്തു. ഒടുവിലിതാ കിരീടത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികരണങ്ങളിലും നമുക്കിപ്പോൾ കാണാനും പറ്റുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് വീഡിയോ എത്താം.